Hello friends, Calicut University 6th semester BA Economics Development of Economic Thought എന്ന സബ്ജക്റ്റിൻ്റെ എക്സാമിന് വരാൻ സാധ്യതയുള്ള 2 മാർക്ക് ക്വസ്റ്റ്യൻസിൻ്റെ ടോപ്പിക്സ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. 5 മാർക്കിനും 10 മാർക്കിനും എസ്എ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ടോപ്പിക്സ് ഇതിനു മുൻപ് നമ്മൾ ഈ ചാനലിൽ ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് നമ്മൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. ആവശ്യമുള്ളവർ അത് പോയി കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് മെർക്കൻറ്റലിസം ആണ്. മെർക്കൻറ്റലിസത്തിൻ്റെ 2 മാർക്കിന് അതിൻ്റെ എക്സ്പ്ലനേഷൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എഴുതാൻ പറ്റിയ ഏറ്റവും ഷോർട്ടായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനാണ് നമ്മളിതിൽ പറയുന്നത്. മെർക്കൻറ്റലിസം ഈസ് ആൻ എക്കണോമിക് തിയറി ആൻഡ് പോളിസി ദാറ്റ് എൻകറേജസ് എ കൺട്രി ടു എക്സ്പോർട്ട് മോർ ദാൻ ഇറ്റ് ഇമ്പോർട്ട്സ്. ഇത്ര എഴുതി വെച്ചാൽ തന്നെ നമുക്ക് 2 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്തത് ഫിസിയോക്രസി. ഫിസിയോക്രസി refers to an economic theory developed in 18th century France. It was a sharp reaction against mercantilism and its basic tenets. It is also known as agricultural system. ഈ വീഡിയോയിൽ തന്നിട്ടുള്ള ഈ എക്സ്പ്ലനേഷൻസ് തന്നെ കൃത്യമായിട്ട് പഠിച്ച് എഴുതുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും 2 മാർക്ക് ഇതിൽ പറയുന്ന ടോപ്പിക്സിനൊക്കെ കിട്ടുന്നതാണ്. അടുത്തതാണ് ടാബ്ലോ എക്കണോമിക്. ദ ടാബ്ലോ എക്കണോമിക് ഈസ് ആൻ എക്കണോമിക് മോഡൽ ഫസ്റ്റ് ഡിസ്ക്രൈബ്ഡ് ബൈ ഫ്രഞ്ച് എക്കണോമിസ്റ്റ് ഫ്രാങ്കോയിസ് ക്വസ്നെ ഇൻ 1758, വിച്ച് ലേഡ് ദ ഫൗണ്ടേഷൻ ഓഫ് ദ ഫിസിയോക്രാറ്റിക് സ്കൂൾ ഓഫ് എക്കണോമിക്സ്. ഈ ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് കൂടുതലായിട്ട് 2 മാർക്ക് ക്വസ്റ്റ്യൻസും 5 മാർക്ക് ക്വസ്റ്റ്യൻസും ഒക്കെ വന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂൾ നന്നായിട്ട് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് പാസ് മാർക്ക് ഉണ്ടാക്കാൻ പറ്റും. ഫിസിയോക്രാറ്റിക് സ്കൂൾസിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും 5 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അപ്പോൾ ഈ ഭാഗം ഒന്ന് നന്നായിട്ട് ശ്രദ്ധിച്ചു പോവാം. അടുത്തത് ഫ്രാങ്കോയിസ് ക്വസ്നെ കുറിച്ചാണ്. ഫ്രാങ്കോയിസ് ക്വസ്നെ കുറിച്ച് 2 മാർക്കിന് ക്വസ്റ്റ്യൻസ് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഫ്രാങ്കോയിസ് ക്വസ്നെ കുറിച്ച് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ എക്സ്പ്ലനേഷൻ കൊടുത്താൽ മതിയാവും. Quesnay was a French economist who may be aptly regarded as the founder and leader of the physiocratic school. He is known for publishing the Tableau Economique. അടുത്തത് ഈ മൊഡ്യൂളിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് എൻലൈറ്റൻമെൻറ്റ്. എൻലൈറ്റൻമെൻറ്റ് വാസ് ആൻ ഇൻ്റലക്ച്വൽ ആൻഡ് ഫിലോസഫിക്കൽ മൂവ്മെൻറ്റ് ദാറ്റ് ഡൊമിനേറ്റഡ് ദ വേൾഡ് ഓഫ് ഐഡിയാസ് ഇൻ യൂറോപ്പ് ഡ്യൂറിങ് ദ 18th century. 2 മാർക്കിന് എൻലൈറ്റൻമെൻറ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ക്വസ്റ്റ്യൻ വന്നാൽ ഈ ചെറിയ എക്സ്പ്ലനേഷൻ കൊടുത്താൽ മതിയാവും. എൻലൈറ്റൻമെൻറ്റ് ആദ്യം പറഞ്ഞ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. 10 മാർക്കിനും 5 മാർക്കിനും ഒക്കെ എൻലൈറ്റൻമെൻറ്റിൽ നിന്ന് ചോദ്യങ്ങൾ മുൻകാലങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കണ്ടിട്ടുണ്ട്. അടുത്തതാണ് ഫിസിയോക്രാറ്റ്സ്. ഫിസിയോക്രാറ്റ്സ് were the real founders of economics and have made the first systematic attempt to base economics on a broad analytical footing. ഇത്രയും എഴുതി കഴിഞ്ഞാൽ 2 മാർക്ക് കിട്ടുന്നതാണ്. അടുത്തതാണ് സെയ്സ് ലോ ഓഫ് മാർക്കറ്റ്സ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. സെയ്സ് ലോ ഓഫ് മാർക്കറ്റ് ഈസ് ഡെവലപ്ഡ് ബൈ ജിയോൺ ബാപ്റ്റിസ്റ്റ്. It implies that the act of supplying something on the market is at the same time an act of demanding something of equal value. In essence, supply creates its own demand. അടുത്തത് സോഷ്യലിസം. സോഷ്യലിസം ഈസ് എ പോപ്പുലിസ്റ്റ് പൊളിറ്റിക്കൽ സിസ്റ്റം എൻകംപാസിംഗ് എ റേഞ്ച് ഓഫ് എക്കണോമിക് ആൻഡ് സോഷ്യൽ സിസ്റ്റംസ് ക്യാരക്ടറൈസ്ഡ് ബൈ സോഷ്യൽ ഓണർഷിപ്പ് ഓഫ് ദ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ. ഇത് 2 മാർക്കിന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് laissez faire. It is an economic theory that advocates for minimal government intervention in the economy. The term comes from the French phrase laissez faire, which translates to let alone or allow to do. നെക്സ്റ്റ് വൺ വളരെ സിമ്പിളും എന്നാൽ ഇമ്പോർട്ടൻറ്റും ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഡിവിഷൻ ഓഫ് ലേബർ. ദ സെപ്പറേഷൻ ഓഫ് എ വർക്ക് പ്രോസസ് ഇൻ ടു എ നമ്പർ ഓഫ് ടാസ്ക്സ് വിത്ത് ഈച്ച് ടാസ്ക് പെർഫോംഡ് ബൈ എ സെപ്പറേറ്റ് പേഴ്സൺ ഓർ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ്. അടുത്തത് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ലാസ്റ്റ് ടോപ്പിക്കാണ് ഡ്രെയിൻ തിയറി. ഡ്രെയിൻ ഓഫ് വെൽത്ത്, ഡ്രെയിൻ തിയറി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നമ്മൾ ഇത് കണ്ടിട്ടുണ്ട്. ഡ്രെയിൻ തിയറിയുടെ എക്സ്പ്ലനേഷൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ദ ഡ്രെയിൻ ഓഫ് വെൽത്ത് ഫ്രം ഇന്ത്യ ടു ബ്രിട്ടൻ ആൻഡ് ദ റിസൾട്ടിംഗ് പോവേർട്ടി ഓഫ് ദ ഇന്ത്യൻ മാസസ്, ഇങ്ങനെയും എഴുതാം. അല്ലെങ്കിൽ ദ തിയറി സ്റ്റേറ്റഡ് ദാറ്റ് ദ ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റഡ് ഇന്ത്യ ഫോർ റിസോഴ്സസ് ആൻഡ് ഇന്ത്യ റിസീവ്ഡ് നോ റിട്ടേൺസ്. ഇതിൽ സിമ്പിളായിട്ട് തോന്നുന്ന ഏതാണോ അത് പഠിച്ചിട്ട് അത് എഴുതാം. ഇത്രയുമാണ് നമ്മൾ ഈ വർഷത്തെ എക്സാമിന് എക്സ്പെക്റ്റ് ചെയ്യുന്ന 2 മാർക്ക് ക്വസ്റ്റ്യൻസ്.
ഇത് നല്ല രീതിയിൽ പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.